ചരിത്രം വർത്തമാനത്തിൻ്റെ ഇന്ധനമാണ്. നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പതാക ഉയർത്തിത്തന്ന് നിൽക്കും. കാരണം ചരിത്രത്തിൽ ഉയർന്നു നിന്ന പതാകകളാണത്. ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തുടയ്ക്കാൻ ഉപയോഗിച്ച പതാകയാണ് RSSൻ്റെ പതാക. അതുകൊണ്ട് ചരിത്രം പറഞ്ഞാൽ RSSകാർക്ക് പതാക താഴും. അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം പറയുന്നത് പതാക താഴ്ത്താനല്ല, പതാക ഉയർത്തി വയ്ക്കാനാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 1947 ആഗസ്റ്റ് 15 AKG ജയിലിൽ കിടന്നത്? ഏത് കേസിലായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാനായ AKG കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലൻ ജയിലിലായിരുന്നു. 47 ആഗസ്റ്റ് 15 AKG ജയിലിൽ കിടന്നാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. AKG എങ്ങനെ ജയിലിൽ പോയി? ഏത് കേസിലാണ് ജയിലിൽ പോയത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കള്ളക്കഥ പറയരുത് കേട്ടോ. ഈ ബ്രിട്ടീഷുകാർ 2 തവണ നിരോധിച്ച പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി. ഒന്ന് ചൊവ്വര പരമേശ്വരൻ ഒരു കവിത എഴുതി, ആ കവിതയെ തുടർന്ന് ദേശാഭിമാനി നിരോധിച്ചു, കണ്ടുകെട്ടി. അത് ബ്രിട്ടീഷുകാരാണ്. അതിന് മഹാനായ AKG സിലോണിൽ പോയി പിരിവ് നടത്തിയിട്ടാണ് 5000 രൂപ കെട്ടിവെച്ചത്, പിഴയടച്ചത്. അന്ന് ഇടിക്ക് പകരം ബ്രിട്ടീഷുകാർ പിഴയടയ്ക്കാൻ പറയുമായിരുന്നു. ഇന്നാണല്ലോ നിങ്ങൾ ആയിട്ട് വരുന്നത്. 1948 ദേശാഭിമാനി ഒരു ലേഖനം എഴുതി, ആഹ്വാനവും താക്കീതും. മലബാർ കലാപത്തിൻ്റെ 25ാം വാർഷികത്തിൽ ദേശാഭിമാനി ബ്രിട്ടീഷുകാർ വീണ്ടും നിരോധിച്ചു. ആ നിരോധനം എപ്പോഴാണ് പിന്നെ അവസാനിപ്പിച്ചത്? ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ, അതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നപ്പോൾ, അന്നെല്ലാം ബ്രിട്ടീഷുകാരുടെ കാല് നിൽക്കുക മാത്രമല്ല, സന്ദീപ് വാര്യരോട് ഞാൻ പറയുകയാണ്, ഒരാളുടെ പേര് പറയാമോ? RSSൻ്റെ ഭാഗമായിരുന്ന ഒരാളുടെ പേര് പറയാമോ ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിൽ കിടന്നത്? നിങ്ങൾ പറ, എന്നിട്ട് പറ, നമുക്ക് കണക്ക് പറയാം. പിന്നെ ദേശാഭിമാനി ആരംഭിക്കാൻ ബ്രിട്ടീഷുകാരുടെ പണം കിട്ടിയെന്ന് പറഞ്ഞാൽ, കള്ളക്കഥ പറഞ്ഞാൽ അത് കേസ് വരുന്ന കേസ് തന്നെയാണ്. കാരണം നിങ്ങൾ തെളിവില്ലല്ലോ. നിങ്ങൾ പൊട്ടത്തരം കള്ളക്കഥയല്ലാണ്ട് പിന്നെ എന്താ പറയുന്നത്? ഇനി ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട അഭിലാഷിനെ അപമാനിക്കാൻ പോയി ചരിത്രം പറയുന്നു, ജ്ഞാനം വിളമ്പുന്നു. ഞാൻ പറയാം, സിന്ധ്, പഞ്ചാബ്, സിന്ധ് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ്. ഞാൻ പറയട്ടെ, ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കൂടെ ഭരിച്ചു. എന്നിട്ടോ ആ നിയമസഭ പ്രമേയം പാസ്സാക്കി. മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് സിന്ധിലെ നിയമസഭ പ്രമേയം പാസ്സാക്കി. സിന്ധിലെ നിയമസഭ പാകിസ്ഥാൻ അനുകൂല പ്രമേയം പാസ്സാക്കിയപ്പോൾ ഹിന്ദു മഹാസഭ രാജിവെച്ചില്ല, മന്ത്രിമാർ അവിടെ തന്നെ ഇരുന്നു. അത് പഞ്ചാബിലാണെങ്കിൽ, സിന്ധു പ്രവിശ്യയിലാണെങ്കിൽ, ഇപ്പുറത്ത് ബംഗാളിലാണ് ശ്യാമപ്രസാദ് മുഖർജി തെളിഞ്ഞിരുന്നത്. ആ ശ്യാമപ്രസാദ് മുഖർജി ആരംഭിച്ച ഒരു പ്രസ്ഥാനം, ഒറ്റുകാരൻ ആരംഭിച്ചൊരു പ്രസ്ഥാനം, പാകിസ്ഥാൻ പ്രമേയം വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ച് ഇന്ന് രാജ്യത്തെ വിഭജിക്കുന്ന കൊടിയാണ് ലീഗിൻ്റെ കൊടി. സമ്മതിച്ചു. ഇന്ന് ഇന്ത്യ വിഭജിക്കുന്ന കൊടി ഏതാ? മണിപ്പൂരിൽ ഇന്ത്യ വിഭജിച്ച കൊടി RSSൻ്റെ കൊടി. പഞ്ചാബിൽ ഇന്ത്യ വിഭജിക്കുന്ന കൊടി RSSൻ്റെ കൊടി. ഗുജറാത്തിൽ മനുഷ്യനെ ഇടുങ്ങിയ ഭിത്തികൾക്കിടയിൽ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന കൊടി RSSൻ്റെ കൊടി. നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും വിഭജനത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലെ കൊടിയാണ് RSSൻ്റെ കൊടി. ആ കൊടിപ്പടം താഴ്ത്താൻ ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കേണ്ട ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ കൊടിയുണ്ട്. ആ കൊടിയുടെ ഭാഗമോ ഉയരേണ്ട കൊടികൾ ഉയരണം. അതിന് പ്രത്യയശാസ്ത്രപരമായി യുദ്ധം ചെയ്യാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദാസ്യമല്ല, RSSനോടുള്ള സംഘപരിവാരത്തിനോട് ഞങ്ങളുടെ കലഹമാണ്. ഞങ്ങൾ നടത്തുന്ന കലഹത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല, ലീഗിന് പറ്റുന്നില്ല. അത് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണ്. അതുകൊണ്ട് ഭയം ഒരാളെയും രക്ഷപ്പെടുത്തില്ല. ആ ഭയത്തിൻ്റെ സിംഹാസനങ്ങളിലിരിക്കുന്ന ലീഗിനും കോൺഗ്രസിനും BJPക്കെതിരായ യുദ്ധത്തെ വിജയിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ വാദം.